Hi students, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സെപ്റ്റൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓഫർ എന്താണെന്നും ഓഫറിന്റെ ടൈപ്സ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. Today we are going to discuss about the acceptance. Offer and acceptance, these are the two factors of an agreement. We said in the last classes, agreement is equal to offer plus acceptance. Okay, so we have discussed in earlier classes about the offer. Today we are going to discuss about the acceptance. Okay, without an offer, none of the person can accept. Okay, first of all, we need an offer to accept. Okay, if a person wishing to say his love to another person, that's an offer. If that person accept that offer or accept that love, that is acceptance. Okay, if a person is ready to give any help to us, that person said that I can help you, he can offer him something. At that time that person called, thank you, okay, thank you. Okay, അപ്പോൾ എന്താണ് അവിടെ നിന്ന് അയാൾ ആക്സെപ്റ്റൻസ് കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരാൾ എന്ത് ചെയ്യുന്നു? പ്രപ്പോസൽ, ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ കൊടുക്കുന്നു. അതെന്ത് ചെയ്യുന്നു? മറ്റൊരു വ്യക്തി ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തതിന് പറയുന്ന പേരാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഫർ ചെയ്തതായ ഒരു കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യും, അതിനെ സ്വീകരിക്കുക, അതിന് പറയുന്ന പേരാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയപ്പെടുന്നത്. The action of consenting, consent എന്ന് വെച്ചാൽ എന്താ? സമ്മതം. നമ്മൾ കൺസെന്റ് ലെറ്റർ ഒക്കെ കൊണ്ടുവരല്ലേ, ടൂറിനൊക്കെ പോകുന്ന സമയത്ത് കൺസെന്റ് ലെറ്റർ കൊണ്ടുവരാൻ പറയില്ലേ, അതാണ് സമ്മതം. The action of consenting, സമ്മതം നൽകുക, to receive, എന്തെങ്കിലും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ, or undertake, ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടോ, something offered, എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടോ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ സമ്മതം നൽകുന്ന പ്രക്രിയയാണ് ഇത് acceptance. The action of consenting to receive or undertake something offered. Clear? So next one, it is a manifestation, manipulate or manifestation. What is the meaning of manifestation? Change. So manifestation means change, മാറ്റം എന്നുള്ളത്. It is a manifestation by the offering which person, to whom the offer is made. To whom the offer is made is called offering. ആർക്ക് വേണ്ടിയിട്ടാണ് ഓഫർ വെച്ചിട്ടുള്ളത്? അയാളാണ് offering. The manifestation by the offering or his willingness, അയാളുടെ സമ്മതം, അയാൾ നൽകുകയാണ്, അയാളുടെ വില്ലിങ്നെസ്, അയാൾ തയ്യാറാണെന്ന് പറയുകയാണ്. To be bound by the terms of the offer, ഓഫറിനനുസരിച്ചുകൊണ്ട്, ഓഫറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അയാൾ തയ്യാറാണെന്ന് വില്ലിങ്നെസ്, അയാളുടെ തയ്യാറാണെന്ന് അയാൾ പറയുകയാണ്. അതുപോലെ it is a manifestation by the offer. ഇതെന്താണ്? ഒരു ചേഞ്ച്, ഓഫറിംഗ് വരുത്തുന്ന ഒരു മാറ്റമാണ്. ഓക്കെ, അതാണെന്ന് പറയപ്പെടുന്ന ആക്സെപ്റ്റൻസ് എന്ന് പറയപ്പെടുന്നത്. പിന്നീട് ഡെഫിനിഷൻ, സെക്ഷൻ 2 subsection B of the Indian Contract Act 1872, 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ B പ്രകാരം പറയുന്നത്, when the person to whom the proposal is made, ആർക്ക് വേണ്ടിയിട്ടാണോ ഈ പ്രപ്പോസൽ നൽകിയിട്ടുള്ളത്, signifies his assent thereto, the proposal is said to be acceptance. അയാളുടെ സമ്മതം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ആ സമ്മതം കിട്ടുകയാണെങ്കിൽ the proposal is said to be acceptance. അതെന്തായാലും മാറുന്നു, ആക്സെപ്റ്റൻസിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ an offer when accepted, ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ it becomes promise. അതെന്തായി മാറും? പ്രോമിസ് ആയിട്ട് മാറും. ശ്രദ്ധിക്കുക, ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, മറ്റൊരു പാർട്ടി ആ ഓഫറിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? ആ ഓഫർ എന്തായിട്ട് മാറും? പ്രോമിസ് ആയിട്ട് മാറും. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ആക്സെപ്റ്റൻസ്, the action of consenting to receive or undertake something offered, it is the manifestation by the offering or his willingness to be bound by the terms of the offer.
അതുപോലെ ഡെഫിനിഷൻ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ആക്സെപ്റ്റൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Okay, then we are going to discuss the essentials of a valid acceptance. Okay, we are going to discuss the essentials of a valid acceptance. If we want to make a valid acceptance, certain criteria should follow, certain essentials should follow. Okay, we are going to discuss the essentials of a valid acceptance. First one, acceptance must be absolute and unqualified. Acceptance must be absolute, അതായത് നിരുപാധികമായിരിക്കണം, ഒരു ഉപാധികളും ഇല്ലാത്തതായിരിക്കണം. ശ്രദ്ധിക്കുക, acceptance must be absolute and unqualified. Okay, അതായത് partial or conditional acceptance not allowed. ഭാഗികമായിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള acceptance, അതായത് ഞാൻ എന്ത് പറയുകയാണ്, ഞാൻ ഓഫർ ചെയ്യാന്ന് വിചാരിക്കുക, ഒരാൾ ഓഫർ വെച്ചിട്ടുണ്ട്, സ്വീകരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളുടെ ഓഫർ സ്വീകരിക്കാം. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, ഓഫർ മസ്റ്റ് ബി അബ്സല്യൂട്ട്, നിരുപാധികമായിരിക്കണം. ഓർ അൺകണ്ടീഷണൽ ആയിരിക്കണം, നിബന്ധനകൾക്ക് വിധേയമാകരുത്. ഓർ പാർഷ്യൽ ആവാൻ പാടില്ല. ഓർ അൺക്വാളിഫൈഡും ആവാൻ പാടില്ല. പാർഷ്യൽ ഓർ കണ്ടീഷണൽ acceptance will not be a valid acceptance. അതിനെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കില്ല, വാലിഡ് ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കുകയില്ല എന്ന് പറയും. ഓക്കെ, എപ്പോഴും ആക്സെപ്റ്റൻസ് ടേംസ് ഓഫ് കോൺട്രാക്ട് പ്രകാരമുള്ളതായിരിക്കണം. അല്ലാതെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആള് പുതിയ ടേംസും കണ്ടീഷൻസും ഒന്നും വെക്കാൻ പാടില്ല. ആ കരാറിൽ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ അഗ്രിമെന്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയതായിട്ടുള്ള ഒരു കണ്ടീഷനും ആഡ് ചെയ്യാൻ പാടില്ല. സെക്കൻഡ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരാൾ അയാളുടെ ആക്സെപ്റ്റിനെ എന്ത് ചെയ്യണം, പ്രകടിപ്പിക്കണം. ഓറലായിട്ടോ റിട്ടൺ ആയിട്ടോ, വാക്കാലെയോ എഴുത്ത് രൂപത്തിലോ ഞാൻ നിങ്ങളുടെ ഓഫർ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, എഴുതി കൊടുത്തിരിക്കണം. ഓർ ഇംപ്ലൈഡ്, ചെയ്ത് കാണിക്കണം, ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് കാണിച്ചിരിക്കണം. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് ആക്സെപ്റ്റൻസ്. തേർഡ് വൺ, ടൈം ഓഫ് ആക്സെപ്റ്റൻസ്. ശ്രദ്ധിക്കുക, every offer has a certain time. ഏതൊരു ഓഫറിനും സ്വാഭാവികമായിട്ടും നിശ്ചിത സമയമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 6 മാസം വിചാരിച്ചു. ഈ 6 മാസത്തിനുള്ളിൽ ഓഫർ വെച്ചിട്ടുള്ള ഓഫറിനെ സമ്മതം ആര് കൊടുത്തിരിക്കണം, അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ കൊടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, 6 മാസം കഴിഞ്ഞിട്ടാണ് അയാൾ ആ ആക്സെപ്റ്റൻസ് കൊടുക്കുന്നത് എങ്കിൽ that is not a valid acceptance, because the expiry date of an offer, expiry date കഴിഞ്ഞു, മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞു, ആ ഓഫറിന്റെ കാലാവധി കഴിഞ്ഞു പോയി. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു വാലിഡ് ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ പറഞ്ഞെന്താ, ഓഫറിന് നിശ്ചിത സമയമുള്ളപ്പോൾ. ഇനി ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ഓഫറിന് സമയം ഒന്നും പറഞ്ഞിട്ടില്ല. ഓഫർ വെച്ചിട്ടുണ്ട്, ഓഫറിന്റെ സമയം ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു റീസണബിൾ സമയം, ഒരു നിശ്ചിത ഒരു മാന്യമായ സമയത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ആ ഓഫറിന് ആക്സെപ്റ്റൻസ് നൽകിയിരിക്കണം. മനസ്സിലായല്ലോ? അതായത് ഒരു ഓഫർ വെക്കുന്ന ആള് ആ ഓഫറിന് നിശ്ചിത കാലാവധി വെച്ചിട്ടുണ്ടായിരിക്കും. ആ കാലാവധിക്കുള്ളിൽ ആക്സെപ്റ്റൻസ്, അതിന് സമ്മതം അറിയിക്കണം. അറിയിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, അത് ആ നിശ്ചിത സമയത്ത് കഴിഞ്ഞിട്ടാണ് ഇത് നൽകുന്നതെങ്കിൽ, സമ്മതം നൽകുന്നത് എങ്കിൽ അതെന്തായിട്ട് മാറും, വോയിഡ് ആയിട്ട് മാറും, ലീഗൽ ആയിരിക്കില്ല, വാലിഡ് ആവില്ല. അതുപോലെ കൃത്യമായ സമയം ആക്സെപ്റ്റൻസിന് വേണ്ടി ഓഫറിന് വെച്ചിട്ടില്ല എങ്കിൽ അതിന് സമ്മതം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, റീസണബിൾ ആയിട്ടുള്ള സമയത്തിനുള്ളിൽ നൽകിയിരിക്കണം. നെക്സ്റ്റ് വൺ, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫർ. ഓഫർ വെച്ച ആളോട് എന്ത് ചെയ്യണം, ആ ഓഫർ ഞാൻ സ്വീകരിക്കാം എന്നുള്ളത് ആര് പറയണം, ഓഫറി പറയേണ്ടതാണ്. അങ്ങനെ ഓഫറി പറയുന്നില്ല എങ്കിൽ അത് ആക്സെപ്റ്റൻസ് അയാൾ അറിയോ, ഇല്ലല്ലോ. നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം നമ്മൾ തുറന്നു പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, അയാൾ അറിയിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരാൾ ഓഫർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓഫർ എന്ത് ചെയ്യണം, തിരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം, ആക്സെപ്റ്റൻസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്, അത് ആശയവിനിമയം നടത്തിയിരിക്കണം ടു ദ ഓഫർ. ഓഫർ വെച്ചിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യണം, ആ ഓഫറിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള വിവരം ഓഫറി അറിയിച്ചിരിക്കണം. വ്യക്തമാക്കി പറഞ്ഞാൽ
എ ഉണ്ട് ബി ഉണ്ട്. ഓഫർ വെച്ച ആൾ ഇയാളാണ്. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യേണ്ട ആൾ ഇയാളാണ്. ഓഫർ വെച്ചു, ബിക്ക് ഇയാൾ ഓഫർ സ്വീകരിക്കാൻ താല്പര്യമുണ്ട്. ബിക്ക് എയുടെ ഓഫർ സ്വീകരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ബി ഒന്നും മിണ്ടുന്നില്ല, ബി ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാൾ അറിയോ? ഇല്ല. അപ്പൊ ബി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന വ്യക്തി വെച്ചിട്ടുള്ള ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള വിവരം ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ആശയവിനിമയം നടത്തണം, അയാളെ അറിയിക്കണം എന്ന് ചുരുക്കം. അടുത്തത്, acceptance must be made by the offeree. അതായത് ബി എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ ഓഫറി ആയിട്ടുള്ളത്, അയാളിൽ നിന്നായിരിക്കണം ആക്സെപ്റ്റൻസ് പോവേണ്ടത്, അല്ലാതെ മറ്റാളുകളിൽ നിന്നാകരുത്. എപ്പോഴും സമ്മതം പോവേണ്ടത് ഓഫറിയുടെ കയ്യിൽ നിന്നായിരിക്കണം, ഓഫറി ആയിരിക്കണം സമ്മതം അറിയിക്കേണ്ടത്. പിന്നെ acceptance must be made before the offer withdraw. ഓഫർ പിൻവലിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ ആക്സെപ്റ്റൻസ് നൽകണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ മിഠായിലേക്ക് പോവുകയാണ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നു? ഒരുപാട് വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നു. അവിടെ വലിയ ഓഫറാണ്, 50% ഓഫറാണെന്ന് പറയണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊക്കെ വീട്ടിലൊക്കെ പോയി പറയണത് അവിടെ ഇങ്ങനെ ഓഫർ ഉണ്ട്, അപ്പൊ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇന്ന് പോയി നാളെ രാവിലെയാണ്, ഇന്ന് കണ്ടിട്ട് നാളെ രാവിലെയാണ് വരുന്നത്. അപ്പോഴത്തേന് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഓഫർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താണ്? ഓഫറിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ആക്സെപ്റ്റൻസ് അറിയിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഏറ്റവും മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങളുടെ ഫോണിൽ എന്ത് ചെയ്യുന്നു? ഒരു മൊബൈൽ ഡാറ്റയ്ക്ക് നല്ലൊരു ഓഫർ വരുന്നു. ഓക്കെ, ഡബിൾ ഡാറ്റ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? 3 GB 4 GB ഒക്കെ കുറഞ്ഞ പൈസക്ക് വരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോ? കണ്ടു, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ ആ ഓഫർ തീർന്നു പോയ കാര്യമുണ്ടോ? നിങ്ങൾക്ക് റീചാർജ് ചെയ്താൽ കിട്ടില്ല. അതുപോലെ എപ്പോഴാണോ ഓഫർ ഉള്ളത്, ആ ഓഫറിന്റെ കാലാവധി തീരുന്നതിന് മുമ്പേ എന്ത് ചെയ്തിരിക്കണം? ആക്സെപ്റ്റൻസ് നൽകിയിരിക്കണം. The acceptance must be made before the offer withdraw. ഓഫർ വിഡ്രോ ചെയ്യുന്നതിന് മുന്നേ, ഓഫർ അവസാനിക്കുന്ന മുന്നേ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ നമ്മുടെ സമ്മതം അറിയിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, acceptance must be according to the mode processed or usual or reasonable mode. അതായത് ആക്സെപ്റ്റൻസ് നൽകുന്നതിന് കരാർ പ്രകാരമുള്ള അല്ലെങ്കിൽ അത് പ്രകാരമുള്ള ഓഫർ വെച്ചതിന് പറയുന്ന രൂപത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ സാധാരണ എങ്ങനെയാണോ നമ്മളൊരു ഓഫറിന് ആക്സെപ്റ്റൻസ് കൊടുക്കുക ആ രീതിയിലായിരിക്കും കൊടുക്കേണ്ടത്, അല്ലാതെ വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കാൻ പാടില്ല. ലാസ്റ്റ് വൺ, acceptance is not implied from the silence of the party. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൗനം സമ്മതം. ആ പരിപാടി ഇവിടെ നടക്കില്ല. മൗനം സമ്മതം എന്നുള്ള പരിപാടി ഇവിടെ ഇല്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൗനം സമ്മതം എന്ന സംഗതിയില്ല. അതായത് എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അല്ലേ, നമുക്ക് പറയണം അല്ലേ, ക്രിസ്തീയ വിവാഹങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ, അതിലൊരു ചടങ്ങുണ്ട് അല്ലേ. ആ ചടങ്ങിൽ എന്ത് ചെയ്യും? ചോദിക്കും, നിങ്ങൾക്ക് ഇന്നയാളുടെ മകൾ ഇന്നയാളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അപ്പൊ അപ്പുറത്തെ ആൾ പറയും എനിക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് പറയുന്നത് എനിക്ക് സമ്മതമാണോ എന്ന് പറയും. അപ്പൊ തിരിച്ച് ചോദിക്കും, വധുവിനെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കും. അപ്പൊ സമ്മതമാണെന്ന് പറയും അല്ലേ. ആ ഒരു ചടങ്ങ് നിങ്ങൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് സൈലന്റ് ആയിരുന്ന കാര്യമുണ്ടോ? മൗനം സമ്മതമായിട്ട് കൊടുക്കില്ല. ആക്സെപ്റ്റൻസ് എപ്പോഴും കൊടുക്കേണ്ടത് വാക്കാലെയോ എഴുത്ത് രൂപത്തിലോ അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടോ ആയിരിക്കണം. ഓക്കെ, സൈലൻസ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ആക്സെപ്റ്റൻസ് ടു ആൻ ഓഫർ. ഓക്കെ, ഒരിക്കലും പരിഗണിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു വാലിഡ് ആക്സെപ്റ്റൻസ് ഉണ്ടാവുക. ഒന്നാമത്തെ, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് ക്വാളിഫൈഡ്. സെക്കൻഡ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. ടൈം ഓഫ് ആക്സെപ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിശ്ചിത സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള സമയത്തിനുള്ളിൽ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫർ. ഓഫറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് ബൈ ദി ഓഫറിംഗ്. അതുപോലെ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് ബിഫോർ ദ ഓഫർ വിഡ്രോ ചെയ്യുന്നതിന് കൊടുക്കണം. Acceptance must be according to the mode prescribed or usual and reasonable mode. അതുപോലെ acceptance is not implied from the silence of the party. ഇത്രയും കാര്യങ്ങളാണ് ഒരു വാലിഡ് ആക്സെപ്റ്റൻസുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.